വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ ദ സ്നേക്ക് ആൻഡ് മിറർ എന്ന ഇംഗ്ലീഷ് ലെസനാണ്. ഇതൊരു കഥയാണ്. ഇത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഹി വാസ് ബോൺ ഇൻ 1918 ആൻഡ് ഡൈഡ് ഇൻ 1994. അദ്ദേഹം 1908 ജനിക്കുകയും 1994 മരണപ്പെടുകയും ചെയ്തു. ഹു ഈസ് ഫോൺലി റിമെമ്പേർഡ് ആസ് ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തെ നമ്മൾ സ്നേഹപൂർവ്വം സ്മരിക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ്. അദ്ദേഹം ഒരു ഹ്യൂമാനിസ്റ്റാണ്, ഫ്രീഡം ഫൈറ്ററാണ്, നോവലിസ്റ്റാണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ബാല്യകാലസഖി, ശലഭങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ആനയുണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷം എന്നിവയൊക്കെയാണ്. അദ്ദേഹത്തിന് 1982 പത്മശ്രീ അവാർഡ് ലഭിക്കുകയുണ്ടായി. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഥയിലേക്ക് പോകാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. പാമ്പും കണ്ണാടിയും. ഹാസ് ദ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ്? പാമ്പ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടോ? എവിടെയാ? എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പാമ്പ് നിങ്ങളുടെ ദേഹത്തിൽ എവിടെയെങ്കിലും ചുറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യം. എ ഫുൾ ബ്ലഡഡ് കോബ്ര. ഒരു നല്ല ആരോഗ്യവാനായിരിക്കുന്ന മൂർഖൻ. ഓൾ ഓഫ് us ഫെൽ സൈലൻറ്റ്. ഞങ്ങളെല്ലാവരും നിശബ്ദതയിലേക്ക് വീണുപോയി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്സ്. ആ ഹോമിയോ ഡോക്ടറിൻ്റെ അടുക്കൽ നിന്നായി ചോദ്യം ഉയർന്നത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. പാമ്പുകളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ഒരു ചോദ്യമുണ്ടായത്, ഈ ടോപ്പിക് ഉയർന്നു വന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് എ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് ഹിസ് ടെയിൽ. ഇയാളാണെങ്കിൽ, ഈ ഡോക്ടറാണെങ്കിൽ തൻ്റെ കഥയൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. ഇതേ ഒരു വേനൽക്കാല രാത്രിയായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ്. ചൂടേറിയ വേനൽക്കാല രാത്രിയായിരുന്നു. അറ്റ് അബൌട്ട് 10 o'clock, അല്ലേ? ഒരു 10 മണിയായി കാണും. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. ആൻഡ് റിട്ടേൺ ടു മൈ റൂം. എൻ്റെ റൂമിലേക്ക് ഞാൻ തിരികെ വന്നു. ഐ ഹാർഡ് എ നോയ്സ് ഫ്രം അബവ് വെൻ ആസ് ഐ ഓപ്പൺ ദ ഡോർ. ഞാൻ കഥ തുറക്കുമ്പോഴേ മുകളിൽ നിന്നൊരു ഒച്ച കിട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. സൗണ്ട് ആണെങ്കിലേ സുപരിചിതമാണ്. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. ഒരാൾക്ക് പറയാൻ കഴിയും ഞാനും എലികളും സഹമുറിയന്മാരാണെന്ന്, എന്ന് വെച്ചാൽ ഒന്നിച്ച് ജീവിക്കുന്നവരാണെന്ന്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ്. ഞാൻ എൻ്റെ ബോക്സ് ഓഫ് മാച്ചസ് എടുത്തു, ഒരു തീപ്പെട്ടിയൊക്കെ എടുത്തു. ആൻഡ് ലൈറ്റഡ് ദ കറസിൽ ലാമ്പ് ഓൺ ദ ടേബിൾ. എന്നിട്ട് ടേബിളുണ്ടായിരുന്ന കറസിൽ ലാമ്പ് കത്തിച്ചു, മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ഈ വീട് അങ്ങനെ ഇലക്ട്രിഫൈഡ് അല്ല, വൈദ്യുതീകരിച്ച വീടൊന്നുമല്ല. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ഞാൻ താമസിക്കുന്ന ആ മുറിയുണ്ടല്ലോ, അതൊരു റെൻറ്റഡ് റൂമാണ്. ആ റൂം വാടകയ്ക്കുള്ളതാണ്. ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് മെഡിക്കൽ പ്രാക്ടീസ്. ഞാനിപ്പോൾ അങ്ങോട്ട് മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയതേ ഉള്ളൂ. ആൻഡ് മൈ ഏണിങ്സ് ആർ മീഗർ. എൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. മീഗർ മീൻസ് വെരി ലെസ്, വളരെ കുറച്ച്, അല്ലേ? നോട്ട് സഫിഷ്യൻറ്റ് എന്നൊക്കെയാണ്. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സൂട്ട് കേസ്. എൻ്റെ സൂട്ട് കേസിൽ 60 രൂപയേ ഉള്ളൂ. അബൌട്ട് 60 rupees. അതാ. അലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. അതിൻ്റെ അകത്ത് വേറെ എന്താ ഉള്ളത്? ഷർട്ടും ഉണ്ട്, മുണ്ടും ഉണ്ട്. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. പിന്നെ ഉള്ളത് എൻ്റെ ഈ സോളിറ്ററി ആയിരിക്കുന്ന ഒറ്റപ്പെട്ട ഒരു കറുത്ത കോട്ടാണ്, ബ്ലാക്ക് കോട്ടാണ്. വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. അതപ്പം ഞാൻ ധരിച്ചിരിക്കുകയായിരുന്നു. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. ഞാൻ എൻ്റെ കറുത്ത കോട്ട് ഊരി, വെള്ള ഷർട്ട് ഊരി, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. പിന്നെ അത്ര തന്നെ വെളുപ്പില്ലാത്ത എൻ്റെ ബനിയനും ഊരി. വെസ്റ്റ് മീൻസ് ബനിയൻ. ആൻഡ് ഹങ് ദം അപ്പ്. എന്നിട്ട് അത് തൂക്കിയിട്ടു. ഉണ്ട്, ആ പടത്തിൽ കാണാം അയയിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ടും ബനിയനൊക്കെയാണ്, കോട്ടും ബനിയനൊക്കെയാണ്. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം. ആ റൂമിലുണ്ടായിരുന്ന 2 ജനൽ ഞാൻ തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ കോർട്ട് യാർഡ്. അത് ആ കെട്ടിടത്തിൻ്റെ പുറമേ ഉള്ള ഒരു റൂമാണ്. അപ്പോൾ അതിന് എന്താ പറ്റുന്നത്? അതിൻ്റെ ഒരു ഭിത്തി ഓപ്പൺ യാർഡിനോട്, മൈതാനത്തോട് ചേർന്നുള്ളതാണ്.
ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. ഇത് ഓട് മേഞ്ഞ വീടാണ്. വിത്ത് ലോങ് സപ്പോർട്ടിങ് ഗേബിൾസ്. അതിന് സപ്പോർട്ടിങ് ഗേബിൾസ് ഉണ്ട്. എന്താ ഗേബിൾസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് ദ വോളാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ റെഡ്ജ് റൂഫ് തമ്മിൽ കൂടി ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന ത്രികോണാകൃതിയുള്ള ഭാഗത്തിനാണ് ഗേബിൾസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിന് വീടിൻ്റെ ത്രികോണ മുഖപ്പെന്നാണ് പറയുന്നത്. ത്രികോണമുഖം അങ്ങനെ പറയുന്നത്. അപ്പോൾ ഓൺ ദ ബീം അവിടെയാണെങ്കിലോ ഗേബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വോളിൻ്റെ മുകളിലുള്ള ഉത്തരത്തിലാണ് ഈ മുഖപ്പ് പിടിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ദർ വാസ് നോ സീലിംഗ്. ഈ കെട്ടിടത്തിന് സീലിംഗ് ഒന്നുമില്ല. എൻ്റെ റൂമിന് സീലിംഗ് ഇല്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എലികൾ ഓടി നടക്കുന്നു. മിക്കവാറും അങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വോൾ. ഞാൻ എൻ്റെ കിടക്ക ഒരുക്കി, എന്നിട്ടത് വലിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ചു. ഐ ലേ ഡൗൺ. ഞാൻ കിടന്നു. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് അപ്പ് ടു ദ വരാന്ത. ഞാൻ എഴുന്നേറ്റു. ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എഴുന്നേക്കല്ലാതെ തന്നെ വഴിയില്ലല്ലോ. അപ്പോൾ എഴുന്നേറ്റു. എന്നിട്ടോ വരാന്തയിലേക്ക് പോയി. ഫോർ എ ലിറ്റിൽ ലെയർ. ഒരു ശകലം കാറ്റ് കിട്ടണം, അതിനുകൊണ്ടാണ് പോയതേ. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ വായുദേവൻ ആ പ്രദേശത്തില്ലായിരുന്നു. പുള്ളി ഉറക്കം പിടിക്കാൻ പോയി കാണും. സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. ഐ വെൻ ബാക്ക് ടു ദ റൂം. ഞാൻ തിരിച്ച് റൂമിൽ പോയി. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. എൻ്റെ കസേരയിൽ അങ്ങ് ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബെനീത്ത് ദ ടേബിളിൻ്റെ ഇടയിൽ കിടക്കുന്ന പെട്ടി അങ്ങ് തുറന്നു. എൻ്റെ കോട്ട് എ ബുക്ക്. അവിടെ ഇരുന്ന് ബുക്ക് വായിക്കാമെന്ന് വെച്ചു. ഒരു ബുക്ക് അങ്ങ് എടുത്തു. എൻ്റെ പേര് ദ മെറ്റീരിയൽ മെഡിക്കാന്ന, അല്ലെ ഹോമിയോപ്പതിയുടെ വല്ല ബുക്കും ആയിരിക്കും. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ. മേശപ്പുറത്ത് വെച്ചത് ഞാൻ തുറന്നു. ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ്. അവിടെയാണ് ലാമ്പ്. ആൻഡ് ദ ലാർജ് മിറർ. അവിടെ വലിയ കണ്ണാടിയുണ്ട്. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിററിൻ്റെ അടുക്ക് ഒരു ചെറിയ കോമ്പും ഉണ്ടായിരുന്നു. ഉണ്ടോ പുസ്തകം ആ പടത്തിൽ കാണാം. ഇദ്ദേഹം ഇരിക്കുന്ന എവിടെയാണ്? ആ ടേബിളിൻ്റെ അടുക്കലാണ്. മിറർ അടുക്കലുണ്ട്. കറസിൻ ലാമ്പ് അടുക്കുണ്ട്. ബുക്ക് തുറന്നു വെച്ചു. അത്രയാണ്. ഇനി നമുക്കേ അടുത്ത പേജിലേക്ക് പോകാം. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു ദ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ആർക്കാണെങ്കിലും അടുക്ക് കണ്ണാടി ഉണ്ടെന്ന് നോക്കാൻ തോന്നിപ്പോവും, അല്ലേ? വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു ദ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. അടുത്തൊരു കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെയാണല്ലോ ഒന്ന് നോക്കിപ്പോവും. ഐ ടുക്ക് എ ലുക്ക്. ഞാനും നോക്കി ഒന്ന്. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയർ ഓഫ് ബ്യൂട്ടി. ആ കാലത്തെ ഞാൻ വലിയ സൗന്ദര്യാരാധകനായിരുന്നു. ആൻഡ് ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ എന്നെ തന്നെ ഹാൻസം ആക്കി കാണിക്കണം എന്ന് പലപ്പോഴും വിശ്വസിച്ചിരുന്നു. ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അതായത് പുള്ളി എപ്പോഴും അരിഞ്ഞൊരുങ്ങിയൊക്കെ റെഡിയായിട്ട് പോവുള്ളല്ലേ, ചുമ്മാ ഒരുങ്ങാതെ പോവില്ല പുറത്തോട്ടെങ്ങും. ഐ ബിലീവ്ഡ് മേക്കിംഗ് ഇറ്റ്സ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ വളരെ ഹാൻസം ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഐ വാസ് അൺമാരീഡ്. ഞാൻ അവിവാഹിതന. ആൻഡ് വാസ് എ ഡോക്ടർ. മാത്രമല്ല ഞാൻ ഡോക്ടറും കൂടിയാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എനിക്ക് തോന്നി എവിടെ ചെന്നാലും എൻ്റെ പ്രസൻസ് അവിടെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം. അതിന് വേണ്ട. ഐ പിക്ഡ് അപ്പ് ദ കോംബ്. ഞാൻ എൻ്റെ ചീപ്പെടുത്തു. ആൻഡ് റാൻ ത്രൂ മൈ ഹെയർ. എൻ്റെ മുടിയിൽ കൂടി ഞാനത് ഇങ്ങനെ ഓടിച്ചു. അതായത് ഞാൻ ചീകി. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. ഞാൻ മുടിയുടെ ആ പകുത്ത് വെക്കുന്നത് ശരിയാക്കി അഡ്ജസ്റ്റ് ചെയ്തു. സോ ദാറ്റ് ഇറ്റ് ലുക്ക് ദ സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. മുടി പകുത്തത് നേരെ സ്ട്രെയിറ്റ് ആക്കി പകുത്ത് റെഡിയാക്കി വെച്ചു. അഗൈൻ ഐ ഹേർഡ് ദറ്റ് സൗണ്ട് ഫ്രം എബോവ്. വീണ്ടും മുകളിൽ നിന്ന് ആ സൗണ്ട് ഞാൻ കേട്ടു. ഐ took a close look at my face. I took a close look at my face in the mirror. ഞാൻ കണ്ണാടിയിൽ വളരെ വ്യക്തമായിട്ട് എൻ്റെ മുഖം ഒന്ന് നോക്കി കണ്ടു. ആൻഡ് മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. മുഖത്തൊക്കെ നോക്കിയപ്പോഴാണ് ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്. എന്താണെന്ന് നോക്കാം. ഐ വുഡ് ഷേവ് ഡെയിലി. ഞാൻ നിത്യേന ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. എന്നിട്ട് ചെറിയ തിൻ മസ്റ്റാഷ് വെക്കും. ഒരു പഴുതാരമീശ വെക്കും. എന്തിനാ? ടു ലുക്ക് മോർ ഹാൻസം. കൂടുതൽ ഹാൻസമായിട്ട് തോന്നണ്ടേ, നല്ല മിടുക്കനായിട്ട് കാണണ്ടേ, അതിന് വേണ്ട. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. എന്താണ്, ഞാൻ ഒരു ബാച്ചിലർ അല്ലേ, ഒരു അവിവാഹിതനല്ലേ. ആൻഡ് ഡോക്ടർ മാത്രമാണോ, ഞാൻ ഡോക്ടറും കൂടിയല്ലേ. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. ഞാൻ മിററിലേക്ക് നോക്കി. ആൻഡ് സ്മൈൽഡ്. എന്നിട്ട് ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അത് നല്ല ആകർഷണീയമായ ചിരിയായിരുന്നു. ഐ മെയ്ഡ് അനദർ എർത്ത് ക്വേക്കിംഗ് ഡിസിഷൻ. ഞാൻ വേറൊരു
ഭൂമികുലുക്കം ഉണ്ടാകുന്ന തരത്തിലുള്ള ഭയങ്കര ഒരു തീരുമാനം അങ്ങ് എടുത്തു. എർത്ത് ഡിസിഷനാണ്, ഭയങ്കരമായിരിക്കുന്ന ഒരു തീരുമാനം എടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എൻ്റെ മുഖത്തിൽ ഈ അട്രാക്റ്റീവ് സ്മൈൽ എപ്പോഴും നിലനിർത്തും. ഈ പുഞ്ചിരിച്ച മുഖമായിട്ട് ഇനി ഞാൻ പോകണമെന്നിരിക്കും എവിടെ. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനാ അങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നത്? ടു ലുക്ക് മോർ ഹാൻസം, നല്ല സുന്ദരനായിട്ട് തോന്നണം. അതിന് വേണ്ട. നമുക്കറിയാമല്ലോ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖവും ദേഷ്യപ്പെട്ട മുഖവും കണ്ടാൽ അത്ര അട്രാക്റ്റീവ്നെസ് ഇല്ല, അത്ര വലിയ സൗന്ദര്യമില്ല. പക്ഷേ ചിരിച്ച മുഖത്തേക്കേ എല്ലാവരും നോക്കുകയുള്ളില്ലേ. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ. ഒന്നുമല്ലെങ്കിൽ ഞാൻ ഒരു ബാച്ചിലർ അല്ലേ, ഒരു അവിവാഹിതനല്ലേ, ആൻഡ് എ ഡോക്ടർ, ഡോക്ടറും കൂടിയല്ലേ. ടു ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്, എല്ലാത്തിലും ഉപരിയായിട്ട് ഞാൻ ഡോക്ടറാണെന്നുള്ള കാര്യമാണ് കേട്ടോ. എഗെയിൻ കെയിം ദാറ്റ് നോയിസ് ഫ്രം അബോവ്. വീണ്ടും മുകളിൽ നിന്ന് ഒച്ച കേട്ടു. ഐ ഗോട്ട് അപ്പ്. ഞാൻ എഴുന്നേറ്റു. ലിറ്റ് എ ബീഡി. ഒരു ബീഡിക്ക് തീ കൊളുത്തി. ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ആ റൂമിലൂടെ മുന്നോട്ടും പിന്നോട്ടും അങ്ങോട്ട് നടന്നു. then another lovely thought struck me. പിന്നെ പെട്ടെന്ന് എനിക്കൊരു നല്ല ചിന്തയുണ്ടായി. ഐ വുഡ് മാരി. ഞാൻ വിവാഹം കഴിക്കും, എനിക്ക് വിവാഹം കഴിക്കണം. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൻ ഡോക്ടർ. ഞാൻ ഒരു സ്ത്രീ ഡോക്ടറെ ആയിരിക്കും കിട്ടുന്നത്. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. അല്ലേ, ഞാൻ കിട്ടുന്ന സ്ത്രീ ഡോക്ടർക്ക് ഒരുപാട് കാശുണ്ടായിരിക്കും. പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ് കാണും. നല്ലൊരു മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ആളെ വേണം. ഇഷ്ടംപോലെ പൈസ ഉണ്ടാണ്, അതാ ഓർത്തത്. ഷീ ഹാഡ് ടു ബി ഫാറ്റ് ഫോർ എ വാലിഡ് റീസൺ. ഇച്ചിരി തടിച്ച സ്ത്രീ ആയിരിക്കണം. അതിൻ്റെ കാരണമുണ്ടേ. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ കാണിച്ചാലേ, ഐ നീഡഡ് ടു റൺ അവേ, എനിക്കൊന്ന് ഓടി പോകണമെന്നുണ്ടെങ്കിൽ ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ. അവൾക്ക് എൻ്റെ പുറകെ ഓടി വരാൻ സാധിക്കരുത്. ആൻഡ് ക്യാച്ച് മീ, എന്നെ വന്ന് പിടിക്കാനും അവൾക്ക് പറ്റരുത്. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ്, അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിക്കൊണ്ടേ, ഐ റിസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ടേബിളിൻ്റെ മുന്നേ കിടക്കുന്ന ചെയറെ ഞാൻ അങ്ങോട്ട് ഇരുന്നു. ദർ വേർ നോ സൗണ്ട്സ് ഫ്രം എബോവ്. മുകളിൽ നിന്ന് ഇപ്പോൾ സൗണ്ടൊന്നുമില്ല. സഡൻലി ദർ കെയിം എ ഡൾ തഡ്. പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. സഡൻലി ദർ കെയിം എ ഡൾ തഡ്. ഒരു ഡള്ളായിരിക്കുന്ന തഡിങ് സൗണ്ട് കേട്ടു. ആസ് ദ റബ്ബർ ട്യൂബ് ഹാഡ് ഫോളൻ ടു ദ ഗ്രൗണ്ട്. താഴേക്ക് റബ്ബർ ട്യൂബ് വന്ന് വീഴുന്ന പോലെയാണ് ഒച്ച കേട്ടത്. ഷുവർലി നത്തിങ് ടു ബി വറി അബൌട്ട്. നത്തിങ് ടു വറി. ശരിക്കും പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല, സങ്കടപ്പെടാനൊന്നുമില്ല. ഈവൻ സോ ഐ തോട്ട്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു. ഞാൻ വിചാരിച്ചു. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ റൗണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പുറകോട്ടേക്ക് നോക്കിയാലോ എന്ന്. ആൻഡ് ടേക്ക് എ ലുക്ക്, ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. നോ സൂണർ ഹാഡ് ഐ ടേൺഡ്, അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. ദാൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ മൈ ബാക്ക് ഓഫ് ദ ചെയർ. പെട്ടെന്ന് ഒരു പാമ്പ് എൻ്റെ കസേരയുടെ പുറകിലൊന്ന് പുളഞ്ഞു. റിഗിൾഡ് ഓവർ ദി ബാക്ക് ഓഫ് മൈ ചെയർ. എൻ്റെ കസേരയുടെ പുറകിൽ ഒരു പാമ്പ് കിടന്നൊന്ന് പുളഞ്ഞു. ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. അതെൻ്റെ ഷോൾഡറേ വന്ന് വീണു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെയർ സൈമിൾട്ടേനിയസ്. സ്നേക്സ് ലാൻഡിങ് ഓൺ മീ, എന്നിൽ വന്ന് വീണതും ഞാൻ തിരിഞ്ഞതും എല്ലാം ഒരുമിച്ചായിരുന്നു, സൈമിൾട്ടേനിയസ് ആയിട്ടാണ് സംഭവിച്ചത് കേട്ടോ. ഈ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ പാർട്ട് തൊട്ട് പുറകെ തന്നെ ചെയ്യുന്നതാണ്. ആ കൂട്ടത്തിൽ അതിൻ്റെ എക്സസൈസും കൂടെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.